ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശിനെയും അനീനെയാണ്. അങ്ങനെ നമ്മുടെ അനി പറയുകയാണ്, ആ ഒരു ഡോക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഡോക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആദർശനും വലിയ സന്തോഷമൊക്കെ ആയി. പക്ഷേ എങ്കിലും അനി അവിടെ വേറൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു വഴക്ക്, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ഒരു വഴക്കും കൂടെ ഈ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുകയായിരുന്നെങ്കിൽ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നെങ്കിൽ ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയേനെ. ഇതിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നൊരു വീട് പോലെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അനി. ആ നവ്യ എന്ന് പറയുന്നവൾ, അവൾ വെറും കള്ളത്തരം ചെയ്യുന്നവൾ തന്നെയാണ്, നമ്മുടെ അഭിനെ പോലെ തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല നയന. അവളെ ഞാൻ വിശ്വസിച്ചിരുന്നു. വേറെ ഒന്നുമില്ലെങ്കിലും അവൾ കള്ളം പറയില്ല എന്ന് ഞാൻ അവളെ വിശ്വസിച്ചിരുന്നു. പക്ഷെ അതൊക്കെ തകർത്തുകൊണ്ടാണ് അവൾ ആ ഒരു വലിയ കള്ളത്തരത്തിന് കൂട്ടുനിന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവളെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞപ്പം ഭാര്യയും ഭർത്താക്കന്മാർക്കൊക്കെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാകും. അതൊക്കെ സൗന്ദര്യപ്പിണക്കമായിട്ട് കാണണം. പിന്നെ നമ്മുടെ നയനേടത്തിനെ അറിയാലോ. നയനേടത്തി ഈ കുടുംബത്തിനും നയനേടത്തിയുടെ കുടുംബത്തിനും നല്ലത് മാത്രം വരുന്നതേ ചിന്തിക്കാറും പ്രവർത്തിക്കാറും ഉള്ളൂ. അതുമല്ല, ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നയനേടത്തിക്ക് സമാധാനം കിട്ടുമോ? അതുപോലെ തന്നെ നയനേടത്തിയുടെ കുടുംബവും അങ്ങനെ കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന നയനേടത്തിയുടെ ചേച്ചീനെ ഒന്ന് ഹെൽപ്പ് ചെയ്തു, ഒന്ന് സഹായിക്കാൻ കൂട്ടുനിന്നു. അതൊരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആദർശേട്ടന് മാത്രമാണ് അത് വലിയൊരു തെറ്റായിട്ട് തോന്നുന്നത്. ആ തെറ്റ് തിരുത്തണം, ആ തെറ്റ് തിരുത്തുക ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വിഷയം മാറ്റിവിടാനായിട്ട് നമ്മുടെ ആദർശ് പറഞ്ഞു, അതെ, ഞാൻ മുത്തശ്ശനെ ഒന്ന് പോയി കാണട്ടെ, എങ്ങനെയെങ്കിലും ആ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ പറയണം, ഇല്ലെങ്കിൽ മുത്തശ്ശൻ്റെ സ്ഥിതി കുറച്ച് പ്രശ്നമൊക്കെ ആകും എന്ന് പറയുകയാണ്. അപ്പം അനി പറഞ്ഞു, മനസ്സിലായി, മുത്തശ്ശൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയിട്ട് നയനേടത്തിന് ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള ഐഡിയ അല്ലേ ഏട്ടൻ്റെ? അതുകൊണ്ടല്ലേ ഏട്ടൻ ഇത്രയ്ക്കും തത്രപ്പാട് പെട്ട് മുത്തശ്ശൻ്റെ രോഗം ഭേദമാക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും മിണ്ടിയില്ല. നമ്മുടെ അബിയല്ല, ആദർശ് അങ്ങ് കയറിപ്പോയി, അനിയും അങ്ങ് മാറിപ്പോയിട്ടോ. അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ആദർശ് ചെല്ലുകയാണ്. ആദർശ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയുക, അല്ല എന്താ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ, എന്തു പറ്റി, എന്താ ഒരു വാശിയെന്ന് ചോദിച്ചു ആദർശ്. അപ്പം മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇനിയിപ്പോൾ തയ്യാറാകുന്നുമില്ല. അതിന് കാരണമുണ്ടെന്ന് കൂട്ടിക്കോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്തിനാണ് നയനമോളുടെ നമ്പർ ബ്ലോക്ക് ആക്കിയിട്ടത്? അത് പിന്നെ മുത്തശ്ശ, മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ മുമ്പിൽ നീ ചുമ്മാ നാടകം അഭിനയിക്കരുതേ. നീ ആ സത്യം പറഞ്ഞാൽ ഇപ്പം കള്ളൻ. ഒരിക്കലും നയനമോളെ ഞാൻ കള്ളിയാക്കില്ല. നീയാ കള്ളൻ. നീയല്ലേ എല്ലാവർക്കും വേണ്ടി അവളെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുന്നത്? അതെ, ഈ മുത്തശ്ശൻ ഇപ്പം രോഗം മാറ്റാനും വിശപ്പ് മാറ്റാനും ഒന്നുമല്ല ആവശ്യം. ഇപ്പം എനിക്ക് വേറെ ഒന്നുമല്ല, എൻ്റെ നയനമോളുടെ ജീവിതം രക്ഷിക്കണം. നയനമോളും നീയും ഒന്നിച്ച് ജീവിക്കുന്നത് കാണണം. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നിന്നെക്കൊണ്ട് പറ്റുമോ? അത് സാധിച്ചു തരാൻ നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ആദ്യം അത് സാധിച്ചതാ, അല്ലാതെ വേറെ ഒന്നിനു വന്നാലും. അത് പിന്നെ മുത്തശ്ശ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു ഡോക്ടറിൻ്റെ കാര്യമാണ്. അമേരിക്കയിൽ നിന്ന് ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. ആ ഡോക്ടർ ഇതിന് വിദഗ്ധമായിട്ട് ചികിത്സയൊക്കെ നടത്തുന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കേൾക്കണ്ട എനിക്ക്. ആദ്യം നീ നയനമോളോട് മാപ്പ് പറയേ. അവളുടെ നമ്പർ എന്തിനാ ബ്ലോക്ക് ചെയ്ത് വെച്ചത്? അതിന് നീ ഒരു തീരുമാനം ഉണ്ടാക്കാതെ നീ എന്നോട് സംസാരിക്കണ്ട. ഭക്ഷണവും ഞാൻ കഴിക്കില്ല. ഞാൻ ഈ തീരുമാനം എടുത്തത് എൻ്റെ ലാസ്റ്റ് തീരുമാനം തന്നെയാണ്. ഇത് നീ ഒരു കാര്യം ചെയ്യുക, നയനമോളെ ചെന്ന് ക്ഷമിച്ച് നിൻ്റെ മനസ്സറിഞ്ഞ് സമാധാനിപ്പിച്ച് ക്ഷമിച്ച് അവളെ നീ ഭാര്യയായിട്ട് അംഗീകരിക്കുക. എങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യാമെന്നിങ്ങനെ പറയുകയാണ്. അവിടെ നിന്ന് ആദർശ വിഷമത്തോടു കൂടി നമ്മുടെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. കാരണം നയനയെ കണ്ട ഉടനെ തന്നെ നയനോട് പറഞ്ഞു, അതെ സോറി, ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചത്. എന്തിനാ സോറി പറയുന്നത്? എന്തെങ്കിലും ആവശ്യത്തിനല്ലേ ഈ ഫോൺ വിളിക്കണത്? എന്തെങ്കിലും ആവശ്യത്തിനല്ലാതെ ഞാൻ ഫോൺ വിളിച്ചിട്ടുമില്ല. അതും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ വിളിക്കാറില്ല. ഇത് മുത്തശ്ശൻ്റെ ആവശ്യമായിരുന്നു, മെഡിസിൻ മേടിക്കുവാനുള്ള. അതിന് പോലും ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്ത് വിട്ടു, നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു. എനിക്കറിയാം എന്നോടുള്ള ദേഷ്യം എന്തിനാ വെറുതെ മുത്തശ്ശനോട് തീർക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, ഒരിക്കലും ഞാൻ മുത്തശ്ശനോട് ദേഷ്യമൊന്നും തീർത്തിട്ടില്ല. പിന്നെ കോള് ബ്ലോക്കാക്കി, അത് എൻ്റെ തെറ്റ് തന്നെയാണ്. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനോ മരുന്ന് കഴിക്കാനോ ഡോക്ടറിനെ കാണാനോ ഒന്നും മുത്തശ്ശൻ കൂട്ടാക്കുന്നില്ല. ഒരു നല്ല ഡോക്ടർ വന്നിട്ടുണ്ട്, ഒന്ന് കൺസൾട്ട് ചെയ്യാൻ പോകാൻ പറഞ്ഞിട്ട് അതിനും മുത്തശ്ശൻ സമ്മതിക്കുന്നില്ല. നീ ഒന്ന് പോയി പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഈ വീട്ടിലെ സമാധാനം നിനക്ക് ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഈ വീട്ടിലെ സമാധാനം ഞാൻ തിരിച്ചു കൊണ്ടുവരാം. എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് ഈ വീട്ടിലെ സമാധാനം തിരിച്ചു കൊണ്ടുവരുന്നതിലേ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ സന്തോഷത്തേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്
ഈ കുടുംബത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സന്തോഷമാണ്. അത് നശിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ കള്ളങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഞാനത് കള്ളവല്ല, തെറ്റല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ആ ഒരു തെറ്റിനെ ഇവിടെ എല്ലാവരും ക്രൂശിക്കാൻ നോക്കിയ, പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവ്. എനിക്കറിയാം ഒരിക്കലും എൻ്റെ ഭർത്താവിന് എന്നെ അംഗീകരിക്കാൻ പറ്റില്ല എന്നും ഭാര്യയായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്നും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. ഞാൻ മുത്തച്ഛനോട് പോയി പറഞ്ഞോളാം എന്ന് പറഞ്ഞ് മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ അഭീനെ കാണിക്കുന്നുണ്ട്. അപ്പം അഭിക്ക് ആണെങ്കിൽ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, ഒരു 10 ലക്ഷം രൂപയുടെ. അങ്ങനെ ജലജയോട് പറയുക, അമ്മേ എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയുമ്പോൾ, എന്തിനാ നിനക്ക് പൈസ? അത് പിന്നെ ഒരു 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്, അവളെ ഒഴിവാക്കാൻ വേണ്ടിയാ. അവളെ ഒഴിവാക്കാൻ 10 ലക്ഷം അല്ല, 5 ലക്ഷം അല്ല, ഞാൻ 1 കോടി വേണമെങ്കിൽ തരും. പക്ഷേ നിന്നെ എനിക്ക് വിശ്വാസമില്ല മോനെ, നീ എൻ്റെ വയറ്റിൽ കുരുത്തൊക്കെ തന്നെയാണ്. പക്ഷേ നിനക്ക് ബുദ്ധിയില്ല, ലേശവും ബുദ്ധിയും വെളിവും ഇല്ലാത്ത പൊട്ടത്തരം മാത്രം ചെയ്യുന്ന നിനക്ക് ഇനി ഞാൻ പൈസ തരണം, അതൊന്ന് നവ്യേനെ ഒഴിവാക്കാൻ. ദേ നീ പോയി പണി നോക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ജലജ ഒഴിച്ചങ്ങ് വിടുകയാണ് കേട്ടോ അബിക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അബിക്ക് ഈ ഒരു 10 ലക്ഷം രൂപയല്ല, 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഒരുപാട് അബി പാടുപെടും, അത് അബിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ജലജ ഇനി അഭിനെ ഒട്ട് വിശ്വസിക്കുന്നുമില്ല. കാരണം അഭി ചെയ്യുന്നതെല്ലാം പൊട്ടത്തരവും മണ്ടത്തരവും മാത്രമാണെന്ന് നന്നായിട്ട് നമ്മുടെ അഭിക്കറിയാം, ജലജയ്ക്കറിയാം. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് നമ്മുടെ നയന ചെല്ലുകയാണ്. അങ്ങനെ നയന ചെന്നിട്ട് പറയുക, അതെ മുത്തച്ഛൻ എന്തിനാ വാശി പിടിച്ചിരിക്കുന്നത്? വാശിയൊക്കെ മാറ്റിവെക്ക്. ദേ ഞാനൊരു കാര്യം പറയാം, എന്നോട് ആദർശേട്ടൻ വന്ന് സോറി പറഞ്ഞു, ബ്ലോക്ക് മാറ്റുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, എനിക്കറിയാം മോളെ അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, കാരണം ഞാനാണല്ലോ അവനോട് പറഞ്ഞു വിട്ടത്, അതുകൊണ്ട് മാത്രം. അല്ലാതെ അവൻ്റെ മനസ്സറിഞ്ഞ നിന്നെ സ്നേഹിച്ചിട്ടല്ലല്ലോ അവൻ ബ്ലോക്ക് മാറ്റിയതും നിന്നോട് സോറി ഒന്നും ചോദിച്ചതും. അതെനിക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ സ്വഭാവം എനിക്ക് അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ ഞാൻ ചെയ്തതും ഒരു തെറ്റ് തന്നെയല്ലേ മുത്തശ്ശ, അത് തെറ്റല്ലാതാവുന്നില്ലല്ലോ, അത് വലിയൊരു തെറ്റാണെന്ന് എനിക്കറിയാം. അദ്ദേഹം കള്ളങ്ങളൊന്നും പറയാത്ത ഒരു ആളാണ്. അതുപോലെ അദ്ദേഹത്തിന് ഈ ഒരു വീടും അതുപോലെ തന്നെ മുത്തശ്ശൻ്റെ സ്വന്തമായ ആ ജ്വല്ലറിയൊക്കെ സമ്മാനിക്കണമെങ്കിൽ അത്രത്തോളം മുത്തശ്ശന് ഇഷ്ടപ്പെട്ടിട്ടും അത്രത്തോളം നല്ല സ്വഭാവം ഉണ്ടായിട്ടും അല്ലേ മുത്തശ്ശൻ അതൊക്കെ ചെയ്തത്. അപ്പം എൻ്റെ ഈ ഒരു തെറ്റ് ചിലപ്പം സഹിക്കാനും പൊറുക്കാനും പറ്റിയെന്ന് വരില്ല, എങ്കിലും എന്നോട് മാപ്പ് ചോദിച്ചില്ലേ, അതും ഈ വീട്ടിലെ എല്ലാവരുടെയും സന്തോഷം കാണാൻ വേണ്ടിയൊക്കെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ദേ മുത്തശ്ശൻ ഭക്ഷണം കഴിക്കണം, ഡോക്ടറിനെ കാണണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ പറഞ്ഞു, ഇല്ല മോളെ, ഒരിക്കലും ഞാൻ ഡോക്ടറിനെയും കാണില്ല, എനിക്ക് മരുന്നും കഴിക്കണ്ട, എന്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്നു, എത്രയും പെട്ടെന്ന് മരിച്ചാൽ അത്രയും നല്ലതെന്ന് ഓർത്ത് ഞാൻ ഇരിക്കുക, കാരണം ഇതൊന്നും കാണേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം, ഇല്ല അങ്ങനെയൊന്നും പറയരുത്, ഞാൻ പറയുന്നൊന്ന് കേക്ക് മുത്തശ്ശൻ, എനിക്ക് വേണ്ടി മുത്തശ്ശൻ ഇത് ചെയ്യണം, ഇല്ലെങ്കിൽ അതെനിക്ക് വലിയ സങ്കടമാവും എന്ന് പറഞ്ഞപ്പം, മോക്ക് വേണ്ടി വേണമെങ്കിൽ ഞാനിത് ചെയ്യാം, മോക്ക് വേണ്ടി മാത്രം, അങ്ങനെയെങ്കിലും ഞാനൊന്ന് ജയിക്കട്ടെ മുത്തശ്ശ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ നയന ആരോട്, മുത്തശ്ശനോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് ഒരുപാട് സങ്കടം വന്നു. അതിനോടൊപ്പം തന്നെ നയനയും ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ നയന പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശൻ ഒരിക്കലും നയനയെ തള്ളിപ്പറയാനോ നയനയെ സ്നേഹിക്കാതിരിക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിൽ നിന്ന് പോയാൽ ആ കുടുംബത്തിൻ്റെ ആ ഒരു ഐശ്വര്യമൊക്കെ പോകും എന്ന ആ ഒരു ഇതും ഉണ്ട് മുത്തശ്ശൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നയന പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയുമാണ്. അങ്ങനെ നയന മോൾക്ക് വേണ്ടി അങ്ങനെ സമ്മതിച്ചു, ഭക്ഷണം കഴിക്കാം, ഡോക്ടറെ കാണാൻ പോകാമെന്നൊക്കെ സമ്മതിച്ചു. അപ്പോൾ ഇത് മാറി നിന്ന് നമ്മുടെ ആദർശ് കേൾക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ആദർശിന് മനസ്സിലാവുകയാണ്, മുത്തശ്ശൻ ഏതായാലും നയനയുടെ മുമ്പിൽ വേറെ എല്ലാം അടിയറവ് വയ്ക്കും, നയനയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന ആ ഒരു ധാരണ ആദർശിനുണ്ടായി. കാരണം നയനയ്ക്ക് വേണ്ടി മാത്രമാണ് മുത്തശ്ശൻ ഇതെല്ലാം സമ്മതിച്ചത്. നയന ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശന് വല്ലാത്ത സങ്കടമായിപ്പോയി. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി എന്താ എന്നൊന്നും മനസ്സിലാവുന്നില്ല, നയനെ ഇത്ര സ്നേഹിക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല. ആ ഒരു ഇതിലാണ് ആദർശ് നിൽക്കുന്നത്. അങ്ങനെ മുത്തശ്ശി പറഞ്ഞു, കണ്ടില്ലേ മോളെ, വേറെ ആരും എന്തു പറഞ്ഞിട്ടും മുത്തശ്ശൻ കേട്ടിട്ടില്ല, മുത്തശ്ശനോട് രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാൻ പറയുന്ന, എന്നിട്ട് മുത്തശ്ശൻ കഴിച്ചിട്ടില്ല, മോളുടെ മുമ്പിൽ മാത്രമാണ് മുത്തശ്ശന് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, മോളെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് മുത്തശ്ശൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെയെങ്കിലും ഒന്ന് ജയിച്ചോട്ടെ എന്നാണ് നയന പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആകെ മൊത്തം ഞാൻ പെട്ടെന്ന് ചുരുക്കത്തിലൊന്ന് പറഞ്ഞു പോയതാണ്, ഒത്തിരി ഡയലോഗ്സ് ഒന്നും എടുത്തിട്ടില്ല, ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് തന്നെയാണ് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പെട്ടെന്ന് പറഞ്ഞു പോയതിട്ട്. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇന്ന് ഒത്തിരി ഡയലോഗ്സ് ഒന്നും പറയാതെ പെട്ടെന്നൊരു 10 മിനിറ്റിൽ തന്നെ
ഉൾപ്പെടുത്തി നമ്മുടെ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ തുടർന്ന് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.